ഹലോ. അപ്പം നമുക്ക് ബ്ലൂ ഹെവൻ്റെ കാജൽ പ്ലസ് ഐലൈനർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു സൈഡിൽ കാജലും ഒരു സൈഡിൽ ഐലൈനറും ആണ് കേട്ടോ വരുന്നത്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അതേപോലെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ഏകദേശം കാജൽ എന്ന് പറയുമ്പോൾ ഒരു ഇത്രയും പ്രൊഡക്റ്റാണ് കേട്ടോ അതിൽ വരുന്നത്. നമ്മൾ നോർമലി കാജലിൻ്റെ അത്രയ്ക്കില്ല, എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐലൈനറും കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഐലൈനർ വരുന്നത്. കണ്ണൊക്കെ നല്ല രീതിക്ക് തന്നെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തുകൂടെ നോക്കാം. അപ്പോൾ കണ്ണിൽ നീട്ടി വലിച്ച് എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ലൈനർ. പിന്നെ ബ്ലൂ ഹെവൻ്റെ വേറൊരു പെൻ ലൈനർ ഉണ്ട് കേട്ടോ. അതൊട്ടും തന്നെ കണ്ണിൽ എഴുതി കൊടുക്കാനേ പറ്റുന്നില്ല. കയ്യിലൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ വരുന്നുണ്ട്, പക്ഷേ കണ്ണിൽ എഴുതി കൊടുക്കുമ്പോൾ എന്താണാവോ ആ തീരെ കളറേ വരുന്നില്ല. ബട്ട് അതേപോലെയല്ല കേട്ടോ ഈ ലൈനർ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലൈനറിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് രണ്ട് കണ്ണിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ലൈനർ വെച്ചിട്ട് എഴുതി കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. വിങ് ലൈനേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് കാജലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാജൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം എഴുതി കൊടുക്കണമെന്നാ തോന്നുന്നു കാജൽ അങ്ങനെ വരണുണ്ടായിരുന്നില്ല. 1-2 വട്ടം ഞാൻ എഴുതി കൊടുത്തപ്പോഴാണ് ഇതിൽ പ്രൊഡക്റ്റ് നല്ലപോലെ വരണത് കേട്ടോ. രണ്ട് കണ്ണിലൂടെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഇത് എഴുതിയിട്ട് ഇരിക്കണത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്മച്ച് പ്രൂഫാണോ വാട്ടർ പ്രൂഫാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് സ്മച്ച് പ്രൂഫ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് ഞാൻ കയ്യിൽ ഐലൈനറാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ ഐലൈനർ. നെക്സ്റ്റ് നമ്മൾ കാജലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് നല്ല സ്മൂത്തി ഫിനിഷിങ് തന്നെ തരുന്നുണ്ട്. നമുക്കിനി ഇത് സ്മച്ച് പ്രൂഫ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് സ്മച്ച് പ്രൂഫ് ആണ് കേട്ടോ അത്. നെക്സ്റ്റ് നമുക്ക് വാട്ടർ പ്രൂഫ് ആണെന്ന് കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാട്ടർ പ്രൂഫ് ആണെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടത്. നല്ല മായ്ച്ചു കൊടുക്കുമ്പോൾ അത് കൈമിലൂടെ ഇങ്ങനെ ഇളകി പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഉണ്ടാവും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.